ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇനി അങ്ങോട്ട് ഏകദേശം ഒരു 2 വീക്ക് മോർ ദാൻ 2 വീക്സാണ് നമുക്ക് സമയമുള്ളത് അല്ലേ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. ഇപ്പം മെജോറിറ്റി ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്. അത് നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു യാത്ര പോവാണ്, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു യാത്ര പോകുന്ന ഒരു സോളോ ട്രിപ്പ് അടിക്കുകയാണ്. നമ്മൾ നീറ്റ് എക്സാമിനൊക്കെ ശേഷം സോളോ ട്രിപ്പ് അടിക്കുകയാണ്. ഈ സോളോ ട്രിപ്പ് അടിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം എത്തുന്നതിൻ്റെ ആ ഒരു ത്രില്ലോട് കൂടി തന്നെ പിന്നെ നമുക്ക് കുറച്ച് പ്രഷറും കൂടി വരും അല്ലേ. ചാർജർ റെഡിയാക്കണം, പൈസ റെഡിയാക്കണം, ട്രാവൽ പ്ലാൻ റെഡിയാക്കാനുണ്ട്, ആരൊക്കെ കൂടെ വരുന്നത് റെഡിയാക്കണം, സോളോ ആണല്ലോ. അപ്പം ഇത്രയും പ്രഷറുകൾ നമുക്ക് വരും. പക്ഷേ ആ പ്രഷർ നമ്മൾ അനുഭവിച്ച ആ കാര്യങ്ങൾ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് ആ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലൂടെ പോവുകയാണെങ്കിൽ ആ പ്രഷർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ പ്രഷർ ഒഴിവാക്കാന്നല്ല, പ്രഷർ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രഷർ കാൺ ബി റിമൂവ്ഡ്, അതൊരിക്കലും നമുക്ക് ടോട്ടലി ഒഴിവാക്കാൻ പറ്റില്ല, അത് മാനേജ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഏതൊരു ക്ലാസ്സിൽ പോയിട്ട് പറഞ്ഞു, സർ പ്രഷർ ഈസ് എ പ്രിവിലേജ് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെ പറഞ്ഞു, സാറിനതൊക്കെ പറയാം, സാർ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് പോയതല്ലേ, ഇപ്പോൾ ഞങ്ങളെ പ്രഷർ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്ന് പറയും. പക്ഷേ ആ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നതുകൊണ്ടും നമുക്ക് ആ ചെയ്താൽ എത്തും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതും. ആ ഒരു അർത്ഥത്തിലാണ് പ്രഷർ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രഷർ എന്താണ്, നിങ്ങൾ മാനേജ് ചെയ്യണം. പ്രഷർ എങ്ങനെ മാനേജ് ചെയ്യുക, നമുക്ക് വളരെ സിമ്പിളാക്കി എടുക്കാം. ഒന്ന്, നമ്മൾ സിമ്പിളായിട്ടുള്ള ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ റിവൈസ് ചെയ്ത് കൊടുക്കും. ഒരു മീഡിയം ആണെന്നുണ്ടെങ്കിൽ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും. ആരുടെ ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ആരുടെ ടോപ്പിക്സ് എന്തായാലും ഉണ്ടാവും, ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, അത് കുറക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് അതിലെന്ത് ചെയ്യും, നമ്മൾ ഡീപ്പിലോട്ട് ഒരിക്കലും പോവാതെ എന്താണോ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള PYQs, റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് മാത്രം ചെയ്യുക. പുതിയ ഒരു സ്ട്രാറ്റജീസും നിങ്ങൾ എടുക്കരുത്, ഒരു കൈൻഡ് ഓഫ് കമ്പാരിസണും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. വലിയ ടാസ്കിലോട്ടൊന്നും പോകരുത്, കുഞ്ഞു ടാസ്കുകൾ എടുക്കുക. ഡേ ബൈ ഡേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പ്രഷർ വിൽ ബി ദെയർ, പ്രഷർ ഷുഡ് ബി ദെയർ, അത് വേണം, അല്ലെങ്കിൽ നമ്മൾ കുഴപ്പിപ്പോവും. ഓക്കെ, പക്ഷെ അത് കൺട്രോൾ ചെയ്യണം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാസ്റ്റർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഈ 18 ദിവസങ്ങൾ എന്ത് ചെയ്യുക, പ്രഷർ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വൃത്തിക്ക് എന്ത് ചെയ്യുക. അതിന് വേറെ തന്നെ ഒരു ടൈം എടുത്ത് മാനേജ് ചെയ്യലല്ല, നിങ്ങളുടെ ഈ പഠനം, നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇതൊക്കെ റെഡിയാക്കുന്നതോട് കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ അവസാനം റെഡിയാക്കണം. ഇനി വളരെ ഹോണസ്റ്റ്ലി ആയിട്ട് കാര്യം പറയാം, വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, നിങ്ങൾക്ക് എപ്പോഴും പ്രഷർ വരുന്നത് എന്താണ്, എൻട്രൻസ് കിട്ടൂല അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്നുള്ള സംഭവമാണ്. കിട്ടിയ ഒരിക്കലും നമുക്ക് ആ പ്രഷറിൻ്റെ നമ്മളെപ്പോഴും ഫോർകാസ്റ്റ് ചെയ്യാതെ നമ്മളെ തോട്ട് മുന്നോട്ട് വെത്തൽ, എക്സാം കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക, ആകെ വിചാരിച്ച പോലെ മാർക്ക് വരുന്നില്ല, എല്ലാവർക്കും ഇങ്ങനെ ഉണ്ട്, ഇതൊക്കെയാണ് സംഭവം. പക്ഷേ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം നിങ്ങളൊന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. അതായത് ഒരു വർഷം മുന്നേ ഞാൻ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായിരുന്നു, എൻ്റെ ഒരു ക്യാരക്ടർ എന്തായിരുന്നു, എൻ്റെ ഒരു തോട്ട് എന്തായിരുന്നു, എൻ്റെ ഹാബിറ്റ് എന്തായിരുന്നു, എൻ്റെ നോളജ് എന്തായിരുന്നു. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്തു, വളരെ ധൈര്യത്തോടു കൂടി പ്രിപ്പറേഷന് വന്നു. പ്രിപ്പറേഷൻ ചെയ്യാൻ അത്യാവശ്യം ധൈര്യമുള്ള പരിപാടിയാണ്. ധൈര്യത്തോട് കൂടി പ്രിപ്പറേഷന് വന്നു. ഇപ്പം നിങ്ങൾ എത്തി നിൽക്കുന്ന സമയത്താണ് ജസ്റ്റ് ചോദിച്ചു നോക്കുക, ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് മേ ബി ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ടുണ്ട്, അതൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കറക്റ്റ് ഒരു വർഷം കൊണ്ട് എനിക്ക് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി, എനിക്ക് എൻ്റെ മൊത്തത്തിൽ എത്രത്തോളം എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി, ഞാൻ എത്രത്തോളം അപ്ഡേറ്റ് ആയി എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ മുന്നിൽ എന്തുണ്ടാകാൻ പാടില്ല, കിട്ടിയില്ലെങ്കിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഇതുവരെ എന്ത് ചെയ്തു നിങ്ങൾ ആലോചിക്കേണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രം ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യുക, ഓരോ ദിവസം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബി ബെറ്റർ ദാൻ യെസ്റ്റർഡേ, ആ ഒരു സാധനം മാത്രം മൈൻഡാക്കുക. ഇനി മെയ് 3-ാം തീയതി നിങ്ങൾ എന്താണ്, മെയ് 2-ാം തീയതിയേക്കാളും നിങ്ങൾ ബെറ്റർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഐ എം റിപ്പീറ്റിംഗ്, മെയ് 3-ാം തീയതി മെയ് 2-ാം തീയതിയേക്കാൾ നിങ്ങൾ എന്ത് ചെയ്യും, ബെറ്റർ പേഴ്സണായിട്ട്, ബെറ്റർ കോമ്പറ്റീറ്ററായിട്ട്, ഒരു നല്ല അടിപൊളി ആളായിട്ട് എന്ത് ചെയ്യണം, പോയി എക്സാം എഴുതിയിട്ട് ലൈഫ് ലോങ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഈ ഒരു അഡ്വൈസാക്കി എടുക്കുക, ഓരോ ദിവസവും നിങ്ങളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ബൈ.